പട്ടാമ്പി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പുതിയ നാടക സമിതി നിലവിൽ വന്നു. മലബാർ വിഷൻ പട്ടാമ്പി എന്ന പേരിലാണ് പുതിയ നാടക സമിതി രൂപം കൊണ്ടത്. മലബാർ വിഷന്റെ ആദ്യ സംരംഭമായ വിശപ്പ് എന്ന നാടകത്തിന്റെ പ്രദർശനം ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു. വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ദിനത്തോടനുബന്ധിച്ചായിരുന്നു നാടകത്തിന്റെ ആദ്യ പ്രദർശനം സംഘടിപ്പിച്ചത്. പ്രദർശനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങ് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി ശ്രീ വി കെ ശങ്കരൻ നാരായണൻ അടികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ എം ആർ മുരളി, പ്രശസ്ത സിനിമാ താരം കുളപ്പുള്ളി ലീല, പട്ടാമ്പി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി പി ഷാജി, പ്രശസ്ത നാടക കലാകാരൻ വിജയൻ ചാത്തന്നൂർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. നമ്മുടെ നാട്ടിലെ കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമുഖ്യത്തോടുകൂടി കാണേണ്ട ഒന്നാണ് നാടകം. നാടകം നമ്മൾ സിനിമ കാണുന്ന പോലെയല്ല കാണുന്നത്. ഓരോ വേദിയിലും കലാകാരന്മാർ അങ്ങനെ ജീവിച്ച് കാണിക്കുകയാണ് നാടകത്തിലൂടെ. ഇന്ന് ഈ വേദിയിൽ അവരുടെ കഥാപാത്രമായി ജീവിക്കണം, നാളെ വേറൊരു വേദിയിലുണ്ടെങ്കിൽ അവിടെയും അതുപോലെ ജീവിക്കണം, മറ്റന്നാളും വേണം. ഒരു തലനാരിഴയ്ക്ക് പോലും വ്യത്യാസം വരാത്ത നിലയിൽ അങ്ങനെ ഓരോ അരങ്ങിലും കഥാപാത്രമായി ജീവിക്കുക. സിനിമ പോലെയല്ല. സിനിമ ഞാൻ വിജയോട് പറഞ്ഞിട്ടില്ല, ഒരു ദിവസം കളിക്കാതെ ഒരു നാടകം നമുക്ക് ഉണ്ടാക്കാൻ തോന്നും. ഒറ്റ ദിവസം. കാരണം നാടകം നമുക്ക് മറക്കാൻ പറ്റില്ല. ആ നാടകമാണ് ഇന്ന് തന്നെ ഈ സ്റ്റേജിൽ ഇന്ന് നിങ്ങൾ എന്നെ എങ്ങനെയാണോ കാണുന്നത് ആ കാഴ്ചയിൽ എത്തിച്ചത് എൻ്റെ നാടക ജീവിതമാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നുമാണ് നാടകം കളിച്ചത്. ഒരു പ്രദേശത്തിൻ്റെ സാമൂഹികം, സാംസ്കാരികം, മതപരം, വിദ്യാഭ്യാസപരം, മതേതരത്വം എല്ലാത്തിൻ്റെയും ഒരു പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഒരു വിഭവ കേന്ദ്രമാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അത്രയും പരിപാലനമായ ഒരു സ്ഥലത്ത് നിന്ന് ഇവരുടെ ഈ പരിപാടി ആരംഭിച്ചു എന്നത് തന്നെ ഇത് ഏറ്റവും വലിയ വിജയകരമാണ്. മാത്രമല്ല, ഇതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം പരിപൂർണമായി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് അവർ ഉപയോഗിക്കുന്നത്. പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഒന്ന്, കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഇതിന് ശൃംഖലകൾ അതിന് തിരിഞ്ഞു നടക്കുന്ന മുഴുവൻ ആളുകളെയും കണ്ടെത്തി അവർക്കൊരു അഭയ കേന്ദ്രം ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്ക് കൂട്ടുനിന്ന് അവരെ പരിചരിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയാണ് പ്രിയപ്പെട്ട രമേശനും ഗിരിധരന്റെയും അവരുടെ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. പ്രൊഫഷണൽ നാടകരംഗത്തേക്കുള്ള പുതിയ ചുവടുവെപ്പാണ് പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മലബാർ വിഷൻ എന്ന നാടക സമിതി. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള ആദ്യത്തെ നാടക സമിതിയായിരിക്കും ഒരുപക്ഷെ മലബാർ വിഷൻ. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു നാടക സമിതിയുമായി രംഗത്ത് വന്നതും ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ നാടകത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഗിരിധരനും ട്രഷറർ രമേശൻ മാഷും CNN ന്യൂസിനോട് പറഞ്ഞു. പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 4ാമത് വാർഷികാഘോഷവേളയിൽ ഞങ്ങൾ പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ഒരു കലാസാംസ്കാരിക വിഭാഗം മലബാർ വിഷൻ എന്ന് പറയുന്ന ഒരു കലാസാംസ്കാരിക വേദിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ നാടകം ഒരു പ്രൊഫഷണൽ നാടകം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ നാടകം കളിച്ച് അതിലൂടെ ലഭിക്കുന്ന വരുമാനം ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പുകൾ ഇപ്പുറം ഐ ഫൗണ്ടേഷനായിട്ട് കണ്ണിൻ്റെ, അതുപോലെ ഡെൻ്റൽ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ നീള ഹോസ്പിറ്റൽ തുടങ്ങി ഹോസ്പിറ്റലുകൾ സഹകരിച്ചുകൊണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അതുപോലെ അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി, സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് വിദ്യാലയങ്ങളിൽ ചേർത്തി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാവുന്നുണ്ട്. അതുപോലെ തന്നെ രക്തഗ്രൂപ്പ് സേന, രക്തം ആവശ്യമുള്ളവരെ ഞങ്ങൾ സഹായിക്കാൻ രക്തഗ്രൂപ്പ് സേനയുണ്ട്. അതുപോലെ തന്നെ ഹരിതകർമ്മ സേന,
അത് ചെടികൾ അതുപോലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും അതിനുള്ള ഒരു പദ്ധതി ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സാംസ്കാരിക സംഘടന. അതാണ് മാഷ് വിശദീകരിച്ച പോലെ വിശപ്പ് നാടകം. അതിൽ എല്ലാവരുടെ സഹായങ്ങളും ഞങ്ങൾക്കുണ്ട്. വിശപ്പ് എന്ന നാടകം ആനുകാലികമായ ഒരു വിഷയം പ്രമേയമാക്കി അവതരിപ്പിക്കുന്ന പ്രൊഫഷണൽ നാടകമാണ്. ഒരു വനിത സംവിധാനം ചെയ്ത നാടകം എന്ന പ്രത്യേകതയും ഈ നാടകത്തിനുണ്ട്. നാടകത്തെപ്പറ്റി സംവിധായക ശാലിനി കൈതാരവും അണിയറ പ്രവർത്തകരും മനസ്സ് തുറക്കുന്നു. 3 വർഷത്തോളമായി പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് പട്ടാമ്പിയിൽ നിന്ന് ഒരു ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ അതിൻ്റെ ഒരു പോഷക സംഘടനയായ മലബാർ വിഷൻ എന്ന് പറഞ്ഞൊരു സമിതി നമ്മൾ ഇറക്കുന്നവരും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സംഘടനയുടെ കീഴിൽ നമ്മൾ ഒരു നാടകം, പ്രൊഫഷണൽ നാടകം, വിശപ്പ് എന്നാണ് പേര്. ശ്രീജിത്ത് മാവേലി സ്ക്രിപ്റ്റ് എഴുതിയത്, സംവിധാനം ശാലിനി കൈതാര എന്ന ഞാനും. അതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരാണ് എനിക്ക് ചുറ്റുമുള്ളത്. കൊണ്ടാണ് ഈ നാടകം ചെയ്തിട്ടുള്ളത്. അതായത് നാടകം എന്നാൽ ഓരോ നാടകവും ഓരോ സന്ദേശമാണ്. ഞങ്ങളും അതുപോലൊരു മഹത്തായ സന്ദേശവുമായിട്ടാണ് ഈ നാടകവുമായി ഇറങ്ങിയിട്ടുള്ളത്. ഇത് ശാലിനി ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു കച്ചവട നാടകമല്ല, തികച്ചും ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു നാടകമാണ്. ജീവകാരുണ്യ പ്രവർത്തനമാണ് ഞങ്ങൾ മുൻനിർത്തിയിട്ടുള്ളത്. രീതിയിൽ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ഒക്കെ ഉള്ള ഒരു നല്ല സന്ദേശമൊക്കെ പറയുന്ന ഒരു നാടകം. അത് നല്ല രീതിയിൽ ചെയ്യും എന്നാണ് നമ്മളുടെ വിശ്വാസം. പിന്നെ എല്ലാവരുടെയും പ്രോത്സാഹനവും സഹകരണവും വേണം.